നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് അല്ലോപെക്ടസ് എന്നും സൺസെറ്റ് ബെൽസ് എന്നും ബ്ലാക്ക് ഫ്ലെമിംഗോ എന്നും അറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ഫാമിലി ജസ്നറേഷ്യയാണ്. ഇത് എപ്പോഴും പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. എന്നാലും റെയിനിങ് സീസണിലാണ് ഏറ്റവും കൂടുതൽ പൂവുണ്ടാകുന്നത്. ഇത് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഡയറക്റ്റ് സൺലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. എന്നാൽ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുകയില്ല. അമിതമായിട്ട് വെള്ളം ഒഴിച്ചാലും ഇത് നശിച്ചു പോകും. ഇത് 2 ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ണ് ഡ്രൈ ആകുമ്പോഴോ മാത്രം ഇതിനകത്ത് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ സ്റ്റെമ്മ് നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് നട്ട് കഴിഞ്ഞാൽ ഇത് വളർത്തിയെടുക്കാൻ പറ്റും. അതിൻ്റെ റൂട്ട് അവരൊരു റൈസോസോം പോലെയുള്ള കിഴങ്ങുണ്ട്, നമുക്ക് മഴക്കാലത്താണ് കാണാൻ പറ്റുന്നത്. അത് നമ്മളെടുത്തിട്ട് വെച്ചാലും ഇതുപോലെ നന്നായിട്ട് വളർന്നു വരും. പിന്നെ ഇത് നന്നായിട്ട് ബുഷിയായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്ത് വെച്ചാൽ അവിടുന്ന് നിറയെ ചെറിയ ചെറിയ മുകുളങ്ങളുണ്ടാകുകയും അത് നല്ല ബുഷിയായിട്ട് ആ കട്ടിയുള്ള സ്റ്റെമ്മിൻ്റെ ചുറ്റും ഉണ്ടായി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ചെടി നോക്കിക്കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നിൽക്കും. എല്ലാ വീടുകളിലും വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇതിനധികം വിലയൊന്നും വരുന്നില്ല. ഇത് എല്ലാവരുടെയും വീടുകളിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് നേഴ്സറികളിൽ നിന്ന് വാങ്ങാം. എന്തായാലും 50 റുപ്പീസിന് താഴെ വരികയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഗാർഡനിൽ എവിടെയെല്ലാം നമുക്ക് ഫ്ലവേഴ്സ് ആവശ്യമുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇത് നട്ട് ഒരു കളർഫുള്ളാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ ദിവസം നീണ്ടു നിൽക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സെപ്പലായിട്ടുള്ള ഭാഗം ഓറഞ്ച് കളർ വരുന്നത്, സാധാരണ എല്ലാ പൂക്കൾക്കും അത് ഗ്രീൻ കളറാണ് വരുന്നത്. ഇതിനത് ഓറഞ്ച് കളറാണ്. ആ ഓറഞ്ച് കളർന്ന് വരുന്ന ഭാഗം അത് കുറേ ദിവസം നീണ്ടു നിൽക്കും. അതൊരു പൂക്കൾ പോലെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്നാണ് ഈ കായൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഭാഗം തന്നെ കുറേ ദിവസം നിൽക്കുന്നതുകൊണ്ട് അത് എപ്പോഴും പൂവിട്ട് നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് പോലെയാണ് അത് നിൽക്കുന്നത്. നമുക്ക് ബൊക്കെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മനോഹരമായ കളർഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ്. അപ്പോൾ എല്ലാവരും വാങ്ങി വെക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നന്ദി.